അമ്മ ഭാരവാഹി തെരഞ്ഞെടുപ്പിലേക്ക് വോട്ടെടുപ്പ് തുടരുന്നു. വോട്ടെടുപ്പ് അവസാനിക്കാൻ അരമണിക്കൂർ മാത്രം ബാക്കി. ഇതുവരെ 267 പേർ വോട്ട് ചെയ്തു. ലുലു മാരിയറ്റ് ഹോട്ടലിന് മുന്നിൽ നിന്ന് സൂര്യശ്രീയാണ് ചേരുന്നത്. സൂര്യ, മലയാള സിനിമാ സംഘടനയുടെ ആ ഒരു തലപ്പത്തേക്ക് ഒരു വനിത വരുമോ എന്ന് ഉറ്റുനോക്കുന്ന ഒരു വോട്ടെടുപ്പ് കൂടിയാണല്ലോ. വിവരങ്ങൾ എന്തൊക്കെയാണ്? ക്രിസ്റ്റീന, ഏറെ വിവാദങ്ങൾക്കും അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ താരസംഘടന അമ്മ അവരുടെ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുകയാണ്. ഇന്ന് രാവിലെ 10 മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് നിലവിൽ പുരോഗമിക്കുകയാണ്. ഇടപ്പള്ളി മാരിയറ്റ് ഹോട്ടലിൽ വെച്ചാണ് അമ്മ സംഘടനയുടെ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇനി തിരഞ്ഞെടുപ്പ് അവസാനിക്കാൻ ഏതാനും മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. കൃത്യം 1 മണിയോടെ വോട്ടെടുപ്പ് അവസാനിക്കും. 506 അംഗങ്ങളുള്ള താരസംഘടനയിൽ 260-ലധികം പേർ ഇതുവരെ വോട്ട് രേഖപ്പെടുത്തി. മുതിർന്ന താരങ്ങളായ മോഹൻലാൽ, സുരേഷ് ഗോപി, അതുപോലെ തന്നെ സിദ്ദിഖ് അടക്കമുള്ളവർ വോട്ട് ചെയ്യാനെത്തി. പുതുമുഖ താരമായ ടൊവിനോ തോമസ് അടക്കമുള്ളവരും എത്തിയിട്ടുണ്ട്. എന്നാൽ പുതുമുഖ താരങ്ങളിൽ തന്നെ പൃഥ്വിരാജ്, ആസിഫ് അലി, കുഞ്ചാക്കോ ബോബൻ, ഇന്ദ്രജിത്ത് അടക്കമുള്ളവർ ഇതുവരെ എത്തിയിട്ടില്ല. ഇനി 15 മിനിറ്റുകൾ മാത്രം ബാക്കിയുണ്ട്. അപ്പോഴത്തേക്കും എത്തുമോന്ന് അറിയാം. ഏതായാലും പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരം വളരെ ശക്തമാണ്. ശ്വേതാ മേനോനും നടൻ ദേവനും തമ്മിലാണ്. ജഗദീഷ് പിന്മാറിയതോടെ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ശക്തിയേറിയ മത്സരത്തിനാണ് കളം നിറഞ്ഞിരിക്കുന്നത്. ഒരു വനിതാ തലപ്പത്തേക്ക് ശ്വേതാ മേനോൻ മത്സരിച്ച് വിജയിക്കുകയാണെങ്കിൽ ചരിത്രത്തിലാദ്യമായി അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു വനിത എത്തിയേക്കും. ഏതായാലും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കുക്കു പരമേശ്വരനും നടൻ രവീന്ദ്രൻ തമ്മിലാണ് മത്സരം. അൻസിബ ഹസൻ ജോയിന്റ് സെക്രട്ടറിയായി നേരത്തെ തന്നെ എതിരില്ലാതെ മത്സരിക്കപ്പെട്ടു ജയിച്ചിരുന്നു. ഏതായാലും നിലവിൽ ഇടപ്പള്ളി മാരിയറ്റ് ഹോട്ടലിൽ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുകയാണ്. ഇനി 15 മിനിറ്റുകൾക്ക് ശേഷം തിരഞ്ഞെടുപ്പ് പൂർത്തിയാകും. കൃത്യം 4 മണിയോടെ താരസംഘടന അമ്മയുടെ തലപ്പത്തേക്ക് അമരത്തേക്ക് ആരെത്തും, ഈ താരസംഘടനയെ ആര് നയിക്കും എന്നുള്ളതെല്ലാം തറിയും. സിനിമാ പ്രവർത്തകരുടെ സംഘടനയായ അമ്മയുടെ തലപ്പത്തേക്ക് ഒരു വനിത വരുമോ എന്നുള്ളത് അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. സൂര്യശ്രീയാണ് ലുലു മാരിയറ്റ് ഹോട്ടലിന് മുന്നിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.